കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണം. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. 4000 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിലാണ് സമർപ്പിച്ചത്. വിവാദ കാലയളവിലെ കാണാതായ കേസുകൾ, കണ്ടെത്തിയ തലയോട്ടികൾ എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ വിവാദങ്ങൾക്ക് കേന്ദ്ര ബിന്ദുവായ പ്രധാന ക്ഷേത്ര ഭരണകൂടത്തിന് റിപ്പോർട്ട് ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല. വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം വലിയ രീതിയിൽ വിവാദമായ ഒരു കൂട്ടക്കൊലപാതകമാണ് ധർമ്മസ്ഥലയിൽ ഉണ്ടായത്, കർണാടകയിൽ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 4000 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഏറെ കൂളിളക്കം സൃഷ്ടിച്ച ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണ അന്വേഷണത്തിലാണ് ഇപ്പോൾ ബെൽത്തങ്ങാടി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 4000 പേജുകളുള്ള റിപ്പോർട്ടിൽ സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം മുതൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള കൃത്യമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശുചീകരണ തൊഴിലാളി, അതായത് ധർമ്മസ്ഥലയിലെ പ്രധാന ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. അതായത് 1995 കാലം മുതൽ 2015 വരെയുള്ള കാലയളവിൽ താൻ 100-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ പലരും അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുമാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ 183 പ്രകാരം ഇയാളുടെ മൊഴി കോടതി രേഖപ്പെടുത്തുകയും ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും അന്വേഷണം നടത്തി കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു കെട്ടുകഥയാണ്, ഒരു കള്ളത്തരമാണ് എന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് ഒരു സൂചന ലഭിച്ചത്. പിന്നീട് ഈ മൊഴി നൽകിയ CL ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളിയെ കൂടുതലായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയപ്പോൾ ചില ആളുകൾ തന്റെ പക്കൽ ഈ തലയോട്ടി ഉൾപ്പെടെ ഇത് കൊണ്ടു തന്നതാണ് എന്നുള്ള കാര്യങ്ങളടക്കം അദ്ദേഹം പറയുകയായിരുന്നു. പിന്നീട് ഇയാളെ പ്രതിയാക്കി SIT അന്വേഷണം നടത്തുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പ്രാഥമികമായി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. മഹേഷ് ഷെട്ടി തിമറോടി, CL ചിന്നയ്യ, സുജയ്യ ഭട്ട്, ജയന്ത് റെഡ്ഡി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയരുന്നത്. എന്തായാലും ഇവർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ചിന്നയ്ക്ക് തലയോട്ടി കൈമാറിയത് വിറ്റിൽ ഗൌഡ എന്ന് പറയുന്ന ആളാണ്. ഈ വിറ്റിൽ ഗൌഡിയ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയാണ്, മാത്രമല്ല സൗജന്യയുടെ അമ്മാവൻ കൂടിയാണ്. ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കേസ് കെട്ടിച്ചമയ്ക്കപ്പെട്ടതെന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ SIT കണ്ടെത്തിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കോള് കട്ടായിരിക്കുന്നു. കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 4000 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിവാദ കാലയളവിലെ കാണാതായ കേസുകൾ, കണ്ടെത്തിയ തലയോട്ടികൾ എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ വിവാദങ്ങൾക്ക് കേന്ദ്ര ബിന്ദുവായ പ്രധാന ക്ഷേത്ര ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് ക്ലീൻ ചീറ്റ് നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ജോസഫാണ്.